അവിടുന്ന് മരുഭൂമിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ആ മണലിലൂടെ ഒരു നേർരേഖ എന്ന് വരച്ചു കൊടുക്കുകയാണ്. അതിന്റെ ചുറ്റുഭാഗത്തും മറ്റു പല രേഖകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേർരേഖ കാണിച്ചു കൊടുത്തുകൊണ്ടാ പറഞ്ഞത്, വഅന്ന ഹദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ആ മണൽ വരച്ച നേർരേഖ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു അൻആമിന്റെ 153-ാമത്തെ ആയത്ത് ഓതി കൊടുക്കുന്നത്. വഅന്ന ഹദാ സിറാത്തി മുസ്തഖീമാ, ഈ നേർരേഖ, ഈ വളവില്ലാത്ത ഋജുവായ വക്രതയില്ലാത്ത നേർരേഖയുണ്ടല്ലോ, ഇതാണ് എന്റെ സിറാത്തുൽ മുസ്തഖീം. ഫത്തബിഊഹു, അതിനെയാ നിങ്ങൾ പിൻപറ്റേണ്ടത്. സഹാബത്തിനോട് ഓതിക്കൊടുക്കുകയാണ്, അതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തത്തബിഉസ് സുബുൽ, ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള മറ്റു പല രേഖകളുമുണ്ട്, അതിനെയൊന്നും നിങ്ങൾ പിൻപറ്റിക്കൂടാ. ഫതഫറഖ ബികും അൻ സബീലിഹി, അതെല്ലാം അല്ലാഹുവിന്റെ മാർഗ്ഗത്തെ തൊട്ട് നിങ്ങളെ തെറ്റിച്ചു കളയുന്നതാണ്. ദാലികും വസ്വാകും ബിഹി, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഉപദേശമാണത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണത്. പ്രിയമുള്ളവരെ, ആ സിറാത്തുൽ മുസ്തഖീമിലാകാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും ദിനേന നിർബന്ധമായും 17 തവണ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ചൊവ്വായ മാർഗ്ഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി കാണിക്കണേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗ്ഗമാണത്. ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചത്? പ്രവാചകന്മാരാണ്, സുദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, വഹസുന ഉലൈക റഫീഖാ, എത്ര നല്ല കൂട്ടുകാരാണവർ. അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോകാനാണ്, അവരുടെ കൂടെ ചേർക്കാൻ റബ്ബിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗമാണത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗ്ഗമല്ല. വലല്ലാലീൻ, നീ വഴി പിഴപ്പിച്ചവരുടെയും മാർഗ്ഗമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പടച്ച റബ്ബിനോട് ആ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? ഞാൻ ആചരിക്കുന്ന ആചാരങ്ങൾ അത് എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ എന്ന് പരിശോധിക്കുകയും അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനും, എന്നിട്ട് എന്താണോ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, എന്താണോ സഹാബത്ത് ചെയ്തത്, അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കണം. അതാണ് വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം.